ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വാക്കുകളിൽ കൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും നമുക്ക് പ്രസംഗിക്കാനാകും. പ്രവൃത്തിയിൽ കൂടെയുള്ള പ്രസംഗമാണ് പലപ്പോഴും പ്രയോജനകരമായി തീരുന്നത്. നാം ഒന്നും സംസാരിക്കാതെ തന്നെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മറ്റുള്ളവർ അത് ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരും. മറ്റുള്ളവർ ചെയ്യണമെന്ന് നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ കാണുവാൻ അവർക്ക് കഴിയാതെ പോയാൽ നമ്മെയും നമ്മുടെ പ്രസംഗത്തെയും അവർ അംഗീകരിക്കണമെന്നില്ല. തങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അനേക മാതാപിതാക്കന്മാരും വിസ്മരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു തത്വമാണിത്. ചില ഭവനങ്ങളിൽ മാതാവും പിതാവും ദൈവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയും. യേശുവിൽ കൂടെയുള്ള രക്ഷയെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. അവരിൽ നിന്നും നല്ല പ്രവർത്തികൾ ഈ മാതാപിതാക്കന്മാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർ പഠിപ്പിക്കുന്നതിനനുസരിച്ചുള്ള മാതൃകാപരമായ ജീവിതം കുട്ടികൾ മാതാപിതാക്കളിൽ കാണാതെ വരുമ്പോൾ അവർ പഠിച്ചതിൽ അവർക്ക് സംശയം ഉളവാകും. ചില മാതാപിതാക്കന്മാരാകട്ടെ തങ്ങളുടെ നടപ്പ് തങ്ങളുടെ ഉപദേശത്തിന് വിരുദ്ധമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അവരുടെ മാതൃകാപരമായ ജീവിതം തന്നെ കുട്ടികൾക്ക് ഒരു മാർഗരേഖയായി മാറുകയും വല്ലാത്തൊരു സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. നല്ല മാതൃകയോടുകൂടെ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉപദേശം ഒരിക്കലും അവഗണിക്കുവാൻ ഒരു വിദ്യാർത്ഥികൾക്കും സാധിക്കില്ല. പ്രസംഗപീഠത്തിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാണ് പ്രസംഗമെന്ന് നാം സാധാരണ ചിന്തിക്കാറുണ്ടെങ്കിലും നാം എല്ലാവരും പ്രസംഗിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഭവനത്തിനുള്ളിലെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന രീതി, പ്രയാസങ്ങളെ നേരിടുന്ന വിധം, പരീക്ഷകളോടുള്ള നമ്മുടെ പ്രതികരണം, പ്രലോഭനങ്ങളെ എങ്ങനെയാണ് നാം തരണം ചെയ്യുന്നത്, ഇവയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ വീക്ഷിച്ച് മനസ്സിലാക്കുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നാം അടുത്തിടപഴകുന്ന നമ്മുടെ സ്നേഹിതന്മാരും നമ്മുടെ പ്രവൃത്തി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി വളരെ ഉച്ചത്തിൽ ആയതിനാൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഒരിക്കൽ ആരോ പറഞ്ഞത് വളരെ ബുദ്ധിപൂർവമായിരുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായിരിക്കണം. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ നടപ്പ് നമ്മുടെ പ്രസംഗമായി തീരണം. പ്രവൃത്തിയിൽ കൂടിയുള്ള പ്രസംഗത്തിലൂടെയാണ് നമുക്ക് ധാരാളം ആളുകളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയെയും പ്രസംഗത്തെയും കുറിച്ച് പറയുന്നത് താൻ പ്രവർത്തിച്ചും പ്രസംഗിച്ചും പോന്നത് എന്ന്. താൻ എന്താണോ പ്രവർത്തിച്ചത് അതുതന്നെ പ്രസംഗിച്ചു. താൻ എന്താണോ പ്രസംഗിച്ചത് അതുതന്നെ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ PA അനിയൻ ഐരാപുരം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.